കാൽപാദത്തിലെ പഴുപ്പിന് ചികിത്സ തേടിയ രോഗിയുടെ കാൽ മുറിച്ചു മാറ്റിയെന്ന ആരോപണം. നിലമ്പൂർ സ്വദേശി ഇബ്രാഹിം കുട്ടിയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. അതേസമയം പ്രമേഹബാധിതനായ രോഗിയുടെ കാലിൽ പഴുപ്പ് വ്യാപിച്ച സാഹചര്യത്തിലാണ് കാൽ മുറിച്ചു മാറ്റിയതെന്നും കുടുംബത്തിന്റെ സമ്മതത്തോടെയാണിതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. നിലമ്പൂർ വഴിക്കടവ് സ്വദേശി ഇബ്രാഹിം കുട്ടിക്ക് 2025 വലതുകാലിൽ വ്രണം രൂപപ്പെട്ട് പഴുപ്പ് കയറിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടരുന്നതിനിടെയാണ് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പ്രമേഹ വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. പഴുപ്പ് തുടച്ചു നീക്കുന്നതിനിടെ കാലിലെ മാംസം നഷ്ടപ്പെട്ടുവെന്നും ഹോസ്പിറ്റലിലെത്താറുള്ള മറ്റൊരു പ്രമേഹ വിദഗ്ധന്റെ നേതൃത്വത്തിൽ മാംസം വെച്ചുപിടിപ്പിക്കാമെന്നും പറഞ്ഞ് മറ്റൊരു ജൂനിയർ ഡോക്ടറുടെ നേതൃത്വത്തിൽ കാൽ മുറിച്ചു മാറ്റുകയായിരുന്നുവെന്നാണ് ഇബ്രാഹിം കുട്ടിയുടെ ആരോപണം. ജൂനിയർ ഡോക്ടറായ കാർത്തിക് മോഹനൻ എന്ന് പറയുന്ന ഡോക്ടർ വന്നിട്ടാണ് ഇത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ രേഖയോ വിവരമോ എൻ്റെ മെഡിക്കൽ റെസ്യൂമിലോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ജൂനിയർ ഡോക്ടറാണ് ഇവിടെ വന്ന് ചികിത്സ എന്ന് ഞാൻ പറയുന്നതും. അതുകൊണ്ട് ആ ഒരു ജൂനിയർ ഡോക്ടറുടെ അനാസ്ഥ മൂലം അദ്ദേഹം ഒറ്റക്കെടുത്ത തീരുമാനം, അതായത് എൻ്റെ ഒരു അവകാശമായ ഒരു ഡയബറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഡോക്ടറോ ഒരു ടീമും ഇല്ലാതെ ഇയാൾ ഒറ്റയ്ക്ക് വന്ന് തീരുമാനം എടുത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കാല് നഷ്ടമായത്. ഞാൻ ഡോക്ടർമാരായിട്ട് അന്വേഷിച്ച് 2-3 ഡോക്ടർമാരായിട്ട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഒരിക്കലും നിന്റെ കാല് മുറിക്കാനുള്ള സമയമായിട്ടില്ല, അത് ഷുഗർ കാരണം കൊണ്ട് മുറിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രമേഹ രോഗിയായ ഇബ്രാഹിം കുട്ടിയുടെ കാൽ മുറിച്ചു മാറ്റാൻ നേരത്തെ ചികിത്സിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയും ആവശ്യപ്പെട്ടിരുന്നു. അവിടെ നിന്നും ഇയാൾ ഡിസ്ചാർജ് വാങ്ങി സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പഴുപ്പ് ഗുരുതരമായ അവസ്ഥയിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സമ്മതത്തോടെ കാൽ മുറിച്ചു മാറ്റിയതെന്ന് സ്വകാര്യ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഡോക്ടർക്കെതിരെ ഇയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും പറഞ്ഞു. അതേസമയം സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുട്ടി കലക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ പോലീസ് സർജന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. അമൃത ന്യൂസ്, കോഴിക്കോട്.